ഭർത്തൃവീട്ടിൽ നരകതുല്യമായ ജീവിതം. സ്വന്തം വീട്ടിൽ അച്ഛൻ്റെയും രണ്ടാനമ്മയുടെയും ക്രൂരത. കാസർഗോഡ് കുമ്പളയിലെ 20-കാരി ഭർത്താവിൻ്റെ പീഡനത്തെക്കുറിച്ച് കരഞ്ഞു പറഞ്ഞിട്ടും അത് കേൾക്കാൻ ഉറ്റവർ പോലും തയ്യാറായില്ല. അങ്ങനെയാണ് അവൾ 6 മാസം പ്രായമുള്ള കുഞ്ഞിനെ തനിച്ചാക്കി ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചത്. ഡെറ്റോൾ കുടിച്ച് ജീവനൊടുക്കാൻ ശ്രമിച്ച യുവതി അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഭർത്താവ് മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിക്കുന്നത് എതിർത്തതിനായിരുന്നു മർദ്ദനമെന്ന് പരാതിയുണ്ട്. ഭർത്താവ് നിരന്തരം പീഡിപ്പിക്കുന്നതിൽ മനമടുത്ത് സ്വന്തം വീട്ടിലെത്തിയപ്പോൾ തിരികെ പോകണമെന്നാവശ്യപ്പെട്ട പിതാവും രണ്ടാനമ്മയും ചേർന്ന് മർദ്ദിച്ചതായും മൊഴിയിൽ പറയുന്നു. ഭർത്താവും യുവതിയുടെ പിതാവും രണ്ടാനമ്മയും 20-കാരിയെ ക്രൂരമായി മർദ്ദിച്ചതായാണ് പരാതി. മർദ്ദനം സഹിക്കാനാകാതെ 20-കാരിയായ യുവതി കൈക്കുഞ്ഞിനെ വീട്ടിലാക്കി ഇറങ്ങിയോടി. ജീവനൊടുക്കാൻ ശ്രമിച്ച യുവതി നിലവിൽ കുമ്പള സഹകരണ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കാലിനും കൈകൾക്കും ഉൾപ്പെടെ പരിക്കുണ്ട്. ഡെറ്റോൾ കുടിച്ചാണ് യുവതി ആത്മഹത്യാ ശ്രമം നടത്തിയത്. 6 മാസം പ്രായമായ കുഞ്ഞാണ് യുവതിക്കുള്ളത്. 1 വർഷമായി ഭർത്താവ് ശാരീരികമായി മർദ്ദിക്കാറുണ്ടെന്നാണ് യുവതി പോലീസിന് നൽകിയ മൊഴി. കുമ്പള സ്വദേശിയായ ഫിറോസ് എന്നയാളാണ് യുവതിയുടെ ഭർത്താവ്. ഇയാൾക്ക് മറ്റൊരു വിവാഹം കഴിക്കണമായിരുന്നു. ഇതിനെ എതിർത്തതോടെയാണ് മർദ്ദിച്ചത്. ഇതോടെ സ്വന്തം വീട്ടിലേക്ക് പോയ യുവതി തിരികെ ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകണമെന്നാവശ്യപ്പെട്ട് പിതാവും രണ്ടാനമ്മയും ചേർന്ന് ശാരീരികമായി ഉപദ്രവിച്ചതായാണ് മൊഴി. ഇതോടെയാണ് യുവതി രാവിലെ ജീവനൊടുക്കാൻ ശ്രമം നടത്തിയത്. സംഭവത്തിൽ കുമ്പള പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് 18 കാസർഗോഡ്.